നമസ്കാരം. ഇപ്പോൾ ഈ ജോസ് കെ മാണി ഒരു തീഗോളമായിട്ട് ഇങ്ങനെ LDFന്റെ തലയ്ക്ക് നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അത് ജോസ് കെ മാണി UDFിലേക്ക് പോകുന്നു, ആ ചർച്ചകളൊക്കെ കുറച്ച് മുമ്പ് വരെ നിന്നിരുന്നു. ഇപ്പോൾ വനം വകുപ്പിനെതിരെ പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ ജോസ് കെ മാണി ശരിക്ക് നിൽക്കുന്നിടം കുഴിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അവിടുന്ന് ചാടാൻ നോക്കുകയാണോ എന്ന സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അയ്യപ്പൻ ചേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത്? ജോസ് കെ മാണി LDFന്ന് ചാടിപ്പോരും തോന്നിയിട്ടുണ്ടോ? ജോസ് കെ മാണി ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തിരികെ UDFിലേക്ക് പോയാൽ കൊള്ളാമെന്ന്. പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും ജോസ് കെ മാണിക്ക് ചാടിപ്പോകാൻ കഴിയില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ജോസ് കെ മാണിക്ക് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ഏതാണ്ട് നമ്മൾ ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമുക്ക് തോന്നുന്നത് ഈ തദ്ദേശ ഇലക്ഷനിൽ ഈ ജോസ് കെ മാണി അവരുടെ ഒരു ആവശ്യം, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഈ തദ്ദേശ ഇലക്ഷനിലെ കാര്യം ഞാൻ പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നമ്മുടെ വനം മന്ത്രി ശശീന്ദ്രന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരല്പം മുമ്പ് ഈ വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ച് ഇവ നിയമസഭ വിളിക്കണമെന്നും നിയമസഭ വിളിച്ചു കൂട്ടണമെന്നും പറഞ്ഞ് ജോസ് കെ മാണിയുടെ ഒരു നിർദ്ദേശം അറിയിക്കുകയുണ്ടായി, LDFിൽ അറിയിക്കുകയുണ്ടായി. അത് ഇപ്പോൾ സ്പീക്കറുടെ അടുത്ത് കൊടുത്ത് സ്പീക്കർ നിയമസഭ വിളിക്കേണ്ടതാണ്. കാര്യം അത്ര കണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, വന്യജീവി പ്രശ്നം അത് പരിഹരിക്കേണ്ടതാണ്. കാര്യം ഇവര് മലയോരവാസികളുടെ പാർട്ടി എന്നാണ് വെപ്പ്. അങ്ങനെ വെപ്പായിരിക്കുന്ന ആ സമയത്ത് തന്നെ അവർക്കിത് ആവശ്യപ്പെടുമ്പോൾ വലിയേട്ടനായി CPM ഇരിക്കുമ്പോൾ അവരെ കടത്തിവെട്ടി ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന അർത്ഥത്തിൽ അവർക്ക് വിടുപണി ചെയ്യത്തക്ക രീതിയിൽ ശശീന്ദ്രൻ ഒരു സ്റ്റേറ്റ്മെന്റുമായി വന്നു. അപ്പൊ ഇത്തരത്തിൽ CPMന് വേണ്ടി വിടുപണി ചെയ്ത് ശശീന്ദ്രൻ അങ്ങനെ വന്യജീവി പ്രശ്നമൊക്കെ തീർന്നല്ലോ, പിന്നെ എന്തിനു വേണ്ടി ഇങ്ങനെ നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് പറഞ്ഞിട്ട് മാണി കോൺഗ്രസിനെ കയറി അറ്റാക്ക് ചെയ്തപ്പോൾ അമേരിക്ക ഇരുന്നുകൊണ്ട് തന്നെ, പിണറായി വിജയൻ അന്ന് അമേരിക്കയിലായിരുന്നു, അമേരിക്ക ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട, മാണി കോൺഗ്രസിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നോക്കാൻ അറിയാമെന്നൊക്കെ അറിയിക്കേണ്ടേ. അപ്പോൾ അതൊന്ന് ഇതിനിടയ്ക്ക് ഞാനൊന്ന് കയറി അത് പറഞ്ഞതാണ്. കാര്യം ശശീന്ദ്രന്റെ വിഷയം വന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ മുഖ്യ വിഷയത്തിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് UDFിലേക്ക്, ജോസ് കെ മാണിക്ക് പ്രത്യേകിച്ച് UDFിലേക്ക് പോയാൽ കൊള്ളാം എന്നൊരു താല്പര്യമുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിൽ മന്ത്രിയായിരിക്കണം എന്ന ആഗ്രഹവും ഉണ്ട് താനും. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ അവരുടെ മുന്നിലുള്ള അവർ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ തദ്ദേശ ഇലക്ഷനിൽ അവർ ചോദിക്കുന്ന സീറ്റുകൾ കഴിഞ്ഞ തവണ ശരിക്കും ഒരു ചെറിയ ഉഭയകക്ഷി ബന്ധം പോലെ മാത്രമേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും CPMും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ കഴിഞ്ഞ 5 കൊല്ലം മുമ്പുള്ള തദ്ദേശ ഇലക്ഷനിൽ. അതിനുശേഷം ഇപ്പൊ മുന്നണിയുടെ ഭാഗമായി തീരുന്ന ഈ അവസരത്തിൽ ഇത്രയും CPIയെക്കാളും LDF മുന്നണിയിൽ CPIയെക്കാളും ഒരു രണ്ടാമത്തെ ഘടകകക്ഷിക്കൊപ്പമാണ് ഇപ്പൊ മാണി കോൺഗ്രസ് നിൽക്കുന്നത്. കാര്യം കോട്ടയത്ത് സീറ്റൊക്കെ തന്നെ CPMന് ഒരിക്കലും കിട്ടാതിരുന്ന പല സീറ്റുകളും ഒക്കെ മാണി കോൺഗ്രസ് ജോസ് കെ മാണി കൂടെ കൂടിയതിനു ശേഷം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിയുടെ ആവശ്യങ്ങൾ തങ്ങൾ നിറവേറ്റണം. അതായത് CPMന്റെ സംസ്ഥാന നേതൃത്വം ഈ പറയുന്ന പോലെ ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെയുള്ള CPM പ്രാദേശിക നേതാക്കൾക്ക്, ജില്ലാ നേതാക്കൾക്ക്, പ്രാദേശിക നേതാക്കൾക്ക് വെറുതെ കയറി ജോസ് കെ മാണി ചൊറിയരുത് എന്നൊരു നിർദ്ദേശം കൂടെ കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ രഹസ്യ വിവരം. അതായത് ഇങ്ങനെ ചൊറിയരുത്, അവരവിടെ നിന്നോട്ടെ, അവർ ഈ തദ്ദേശ സെലക്ഷനിലൊക്കെ അവരാവശ്യപ്പെടുന്ന സീറ്റ് തന്നെ അവിടുത്തെ പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും നൽകണം എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അത് CPMന്റെ പ്രാദേശിക തലത്തിൽ പല നേതാക്കൾക്കും ചൊറിച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. കാര്യം പ്രാദേശിക തലത്തിൽ ഇപ്പോൾ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു പഞ്ചായത്തിലെ അംഗമാകണമെന്നൊരു ആഗ്രഹം, അവർ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയതാണ്, അവർക്ക് അങ്ങനെ ഒരു പാർലമെന്ററി തലത്തിലെ മോഹം ഉണ്ടാകുന്നതിൽ തെറ്റില്ല. പക്ഷെ അവർക്കൊക്കെ തന്നെ ഇത് വളരെ ചൊടിപ്പ് ഉളവാക്കിയിട്ടുണ്ട്. കാര്യം എല്ലാം ജോസ് കെ മാണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ എന്തിനോ പാർട്ടിക്ക് വേണ്ടി ജോലി എടുക്കണം എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന വോട്ട് ബാങ്ക് കണക്കാക്കിയിട്ടാണ്. അതുമല്ല കഴിഞ്ഞ കാലയളവിൽ പല പഞ്ചായത്തും, അതായത് ഉദാഹരണം പറഞ്ഞാൽ 10 സീറ്റ് ഉണ്ടെങ്കിൽ 2 സീറ്റൊക്കെ മാത്രം ആ LDFന് കിട്ടിയിരുന്ന അവസരത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് ഭരണം വരെ ജോസ് കെ മാണി കൂടെ വന്ന ശേഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഫലമായിട്ട് ജോസ് കെ മാണിയെ ഇങ്ങനെ നിങ്ങൾ കയറി ചൊറിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ജോസ് കെ മാണിയെ ചൊറിയരുത് എന്ന് പറയുമ്പോഴും തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ മിക്കവാറും ജോസ് കെ മാണി പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിൽ ജോസ് കെ മാണി LDF വിടാനുള്ള സാധ്യത ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കരുതാനാകുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ മീര ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ പോകുന്നു. മാണി കോൺഗ്രസ്, പ്രത്യേകിച്ച് ജോസ് കെ മാണി രണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം ഇപ്പോൾ CPM പല കാര്യങ്ങളും ജോസ് കെ മാണിയെക്കാളും ഈ പറയുന്ന ആ വിഭാഗത്തിന്റെ, ആ ഗ്രൂപ്പിന്റെ, ജോസ് കെ മാണി ഗ്രൂപ്പിന്റെ കേരള കോൺഗ്രസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് റോഷി അഗസ്റ്റിനിലൂടെയാണ്. റോഷി അഗസ്റ്റിൻ CPMനും പിണറായി വിജയനും വളരെ താല്പര്യമുള്ള ഒരു നേതാവാണ്. അങ്ങനെ വരുമ്പോൾ റോഷി അഗസ്റ്റിൻ
CPM-നൊപ്പം കൂടുകയും റോഷി അഗസ്റ്റിൻ ഇപ്പോൾ വാട്ടർ അതോറിറ്റി മിനിസ്റ്റർ ആണല്ലോ. അപ്പോൾ റോഷി അഗസ്റ്റിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കും. ഒരു സ്പ്ലിറ്റ് ഈ പിളർത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. ജോസ് കെ മാണിയും ഒരു വിഭാഗം പേരും നേരെ UDF-ലേക്ക് പോയാൽ തന്നെ അത് UDF-ന് ഒരു നേട്ടം ഉണ്ടാകാനും പോകുന്നില്ല. കാര്യം ജോസ് കെ മാണി ആ പാർട്ടിക്കകത്ത് അങ്ങനെ അത്ര വലിയ അഭിമതനല്ല. അതുകൊണ്ടാണ് പാലയിൽ തന്നെ അദ്ദേഹം തോറ്റത്. ഇനി കടുത്തുരുത്തിയിലോട്ട് പോകണമെന്ന് പറയുമെങ്കിൽ മോൻസ് ജോസഫ് എവിടെ മത്സരിക്കും? കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് ഒരു വേള പിളരാനുള്ള സാധ്യതയുണ്ട്. റോഷി അഗസ്റ്റിനെ കിട്ടിയാലും LDF തൃപ്തരാണ്. അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ വഴിയും അവർക്ക് ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ്, അല്ലെങ്കിൽ അവർക്ക് പരമാവധി പിടിക്കാവുന്ന സീറ്റ് റോഷി അഗസ്റ്റിൻ വഴി അവർക്ക് നേടാൻ കഴിയുമെന്നൊരു കണക്ക് കൂട്ടൽ കൂടെ LDF-നും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച പോലെ തന്നെ കേരള കോൺഗ്രസ് ഒരിക്കൽ കൂടെ വളരും തോറും പിളരും തോറും വളരുന്ന ഒരു പാർട്ടിയായി തീരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ല, ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരാളുടെ രാഷ്ട്രീയ പാരമ്പര്യം ശരിക്കും പറയേണ്ടതാണ്. CPM-ലേക്കുള്ള ഒരു ഒഴിഞ്ഞുപോക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അത് നോക്കുന്നതിൽ UDF രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ട്. പ്രത്യക്ഷത്തിലുള്ള വിവാദങ്ങളെല്ലാം മറച്ചു വെച്ച ആ ഒരു പാരമ്പര്യം ജോസ് കെ മാണിക്ക് സ്വീകാര്യത ഉണ്ടോ എന്നുള്ളതാണ് സംശയം. ജോസ് കെ മാണിയെ ഒരു വേള UDF-ൽ നിന്ന് ചെവിക്ക് പിടിച്ച് പുറത്ത് കളയുന്ന പോലെ കളഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണശേഷം. അത് അവർ മറന്ന് ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറണം. ജോസ് കെ മാണി തിരികെ വരണമെന്ന് അവർ പറയാൻ കാര്യം ജോസ് കെ മാണിക്കൊപ്പം കുറച്ച് പേർ ഉണ്ട് എന്നൊക്കെ കരുതുന്നത് കൊണ്ടാണ്. പക്ഷെ റോഷി അഗസ്റ്റിനെ പോലുള്ളവരൊക്കെ മാറിപ്പോയി. റോഷി അഗസ്റ്റിനൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇത് മെലിഞ്ഞ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ജോസ് കെ മാണി വിഭാഗമായി തീർന്നു പോകും. പിന്നെ ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ് കെ മാണി അത്ര കണ്ടെന്നും ഈ പറയുന്ന കൂടെ നിൽക്കുന്നവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ജോസ് കെ മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല പ്രവർത്തനങ്ങളും മാണി സാർ വേണ്ടാത്ത വാത്സല്യം നൽകി എന്നൊക്കെ തന്നെ കഥകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഇത് രാഷ്ട്രീയം പഠിക്കുന്ന രീതിയിൽ ജോസ് കെ മാണി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പോകണമെന്ന്. UDF-ന് എങ്ങനെയെങ്കിലും ഭരണം കിട്ടണം എന്നൊരു ആഗ്രഹം മുന്നിൽ നിൽക്കുന്നത് കൊണ്ടും UDF ജോസ് കെ മാണിയെ കൂടെ ചേർക്കാനായി വെമ്പലോടെ നിൽക്കുകയാണ്. ഇപ്പൊ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ചെവിക്കുന്നുള്ളിൽ കളഞ്ഞു എന്ന് പറയുന്നതുകൊണ്ടാണ്. ഇപ്പൊ മാണി സാറിനെ നമുക്കറിയാം നിയമസഭയിലിട്ട് അധിക്ഷേപിച്ച CPM, അപ്പൊ ശിവൻകുട്ടിയുടെ ഒക്കെ കൂടെ തന്നെ തോളോടൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രി കൂടെ മാണി സാറിന്റെ പാർട്ടിയിൽ നിന്നുണ്ട് ഇന്ന്. അപ്പം അതാണ് സത്യത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതായത് ചെവിക്ക് പിടിച്ച് കളഞ്ഞവരും ചവിട്ടി മറിച്ച് മെതിച്ചവരും ഒക്കെ ഇപ്പോൾ ഒറ്റക്കെട്ടാവാനുള്ളൊരു രാഷ്ട്രീയ സ്ഥിതിയാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. അപ്പം അവിടുന്ന് ഒന്ന് പൊളിഞ്ഞ് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു പക്ഷമാണ് ഇപ്പുറത്ത് എന്നാണ് ചേട്ടനെ ഇപ്പൊ നോക്കുമ്പോൾ തോന്നുന്നത് എന്നാണോ പറയുന്നത്? ഇതിനകത്ത് മീര പറഞ്ഞ ആ വിഷയം, അതായത് ഒരു വേള ഈ ബാർക്കോഴ വിവാദം നടക്കുമ്പോൾ ആ ബാർക്കോഴ എന്ന് പറയുന്നത് തന്നെ ബജറ്റ് അവതരണം, ആ ബഡ്ജറ്റ് അവതരണവും ബാർക്കോഴ വിവാദവും ഉമ്മൻചാണ്ടി, അതായത് കോൺഗ്രസിലെ ഒരു വിഭാഗം KM മാണിക്കെതിരെ ഉണ്ടാക്കിയ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. അതിന്റെ പിന്നിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതായത് KM മാണി എന്ന നേതാവിനെ ഒരു ദിവസം തനിക്ക് മുഖ്യമന്ത്രി ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആജന്മമായ ആഗ്രഹമായിരുന്നു. അപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM-ഉം അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേവലം 2 സീറ്റോ മറ്റോ ആണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. ഏതാണ് ഈ പറയുന്ന ഭരണത്തിൽ ഇരിക്കുന്ന കോൺഗ്രസും CPM-ഉം തമ്മിൽ 2 സീറ്റ്. അതായത് BS-ന്റെ ഭരണശേഷം പിന്നീട് വരുന്നത് ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ്. അത് ഈ പറയുന്ന CPM-ലെ പിണറായി വിഭാഗക്കാർ തന്നെ പാലം വലിച്ചിട്ടാണ് 2 സീറ്റ് വ്യത്യാസത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മാണിയുടെ ഒരു ആഗ്രഹം തനിക്ക് ഒരു ദിവസം മുഖ്യമന്ത്രി ആയിരിക്കണം എന്ന് പറയുമ്പോൾ മാണി കോൺഗ്രസിനെ അടർത്തിക്കൊണ്ട് LDF UDF-ന്റെ ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ തള്ളിയിടണം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം കൊടിയേരി വഴി നടത്തിയതാണ്. അങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്ന് മണത്തറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഈ ബാർക്കോഴ ഉണ്ടാക്കുന്നത്. അതൊരു കഥ, അത് ഒരുതപ്പെട്ട രാഷ്ട്രീയം പഠിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അങ്ങനെയാണ് മാണി സാറിനെ ഈ പറയുന്ന ഈ ബാർക്കോഴ വിവാദത്തിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഈ ബഡ്ജറ്റ് അവതരണവും ആ പ്രശ്നങ്ങളും ആ സീനും, അതായത് ഇന്നിപ്പോ ഈ കാണുന്ന രാഷ്ട്രീയമല്ല നാളെ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ പൊളിട്രിക്സ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുന്ന ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് എത്ര കൊല്ലം നയനാർ മന്ത്രിസഭയിൽ മന്ത്രി വരെ ആയിരുന്ന ആളാണ് ഈ ജോസഫ്, PJ ജോസഫ്. PJ ജോസഫ് മന്ത്രി ആയിരുന്നതാണ്. PJ ജോസഫ് നീണ്ട കാലം LDF-ൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം എന്തെങ്കിലും LDF വിട്ട് UDF-ലേക്ക് പോകുന്ന ആരെങ്കിലും ധരിച്ചതാണോ? അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പോൾ ജോസ് കെ മാണി
ഇവർക്കൊപ്പം വരും നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? അദ്ദേഹത്തിന് ബെന്നി ബെഹനാനാണ് അന്ന് UDF കൺവീനർ ആയിരുന്നത്. ബെന്നി ബെഹനാൻ ഒരു പത്രസമ്മേളനത്തിൽ ചെവിക്ക് തൂക്കി എടുത്ത് പുറത്ത് കളയുന്ന പോലെയാണ് ജോസ് കെ മാണിയെ ഞങ്ങളെ മുന്നണിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഇന്നും ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള ജോസ് കെ മാണിയെ വീണ്ടും പുനരാനായി ഈ പറയുന്ന VD സതീശനും അടൂർ പ്രകാശും പിന്നെ സണ്ണി ജോസഫ് KPC പ്രസിഡന്റും ഒക്കെ ചെല്ലുമ്പോൾ അതെല്ലാം ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു വേള ഈ ജോസ് കെ മാണി ഓർത്താൽ ജോസ് കെ മാണിക്ക് നല്ലത്. ഒന്നുമല്ലെങ്കിലും ഈ പറയുന്ന ഭരണത്തിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് പിന്നെ UDF മീറ്റിങ്ങിനൊക്കെ ചെന്നാൽ ഒരിക്കലും പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന രീതിയിൽ ഒരു വിലയും കമ്മിറ്റിയിൽ ഉണ്ടാവില്ല. ആ സമയം CPM-ലാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും AK സെന്ററിൽ LDF-ന്റെ ഒരു മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ആ മുന്നണിയുടെ നേതാവ് എന്ന രീതിയിൽ വളരെ വലിയ പരിഗണനയാണ് ഈ ജോസ് കെ മാണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സംസാരത്തിൽ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസാരം അവസാനിപ്പിക്കാം. അതായത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന രീതിയിൽ തദ്ദേശ ഇലക്ഷൻ വരെ ഒരു അടവ് നയം എന്ന രീതിയിൽ മാണി കോൺഗ്രസ് ജോസ് കെ മാണി CPM-നൊപ്പം നിൽക്കുകയും തുടർന്ന് അങ്ങോട്ട് നിയമസഭയിലേക്ക് അതിന്റെ റിസൾട്ട്, അതായത് തദ്ദേശ ഇലക്ഷനിൽ CPM തന്നെ ഇവരെ പാലം വലിച്ച് ഇവരുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏതായാലും ജോസ് കെ മാണി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വിഭാഗം എന്നല്ല, ജോസ് കെ മാണി LDF വിട്ട് UDF-ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാവും. പക്ഷെ അവിടെയും റോഷി അഗസ്റ്റിൻ LDF-ൽ ഉണ്ടാകാനുള്ള സാധ്യത. റോഷി അഗസ്റ്റിനെ വെച്ചാണ് ഇപ്പോൾ CPM നേതാക്കളും ജോസ് കെ മാണിയെ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയെ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം.